വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLA ഒന്നാം പ്രതി. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുകയാണ്. DCC പ്രസിഡന്റ് ND അപ്പച്ചനാണ് രണ്ടാം പ്രതി. വിജയന്റെ കത്തിൽ പേരുള്ള KK ഗോപിനാഥനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. പ്രതി ചേർത്തതിന് പിന്നാലെ KK ഗോപിനാഥൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. സാനിയോ മനോമി വിവരങ്ങളുമായി. സാനിയോ, IC ബാലകൃഷ്ണൻ MLA ആണ് കേസിൽ ഒന്നാം പ്രതിയായിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട് KK ഗോപിനാഥൻ ആണ് ഇതിൽ കുറ്റക്കാരനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. IC ബാലകൃഷ്ണനെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ മുഴുവൻ കോൺഗ്രസ് നേതൃത്വവും പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ടാണ് ഒരു സമിതി രൂപീകരിച്ചൊരു അന്വേഷണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. IC ബാലകൃഷ്ണനെതിരെ ഒരു പരാമർശവും ഒരു നേതാക്കളിൽ നിന്നും വന്നിട്ടില്ല, ഒരു ഭാഗത്തുനിന്നും വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷേ കേസിൽ ഒന്നാം പ്രതിയാണ്. എന്താണ് കേസിന്റെ വിശദാംശങ്ങൾ? അതായത് സ്മൃതി, കേസ് NM വിജയനും മകനും മരിച്ച സമയത്ത് പോലീസ് രേഖപ്പെടുത്തിയ കേസാണ്. ആ കേസാണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് ആത്മഹത്യാ പ്രേരണ കേസാക്കി നേരത്തെ മാറ്റിയിരുന്നു. അതിനുശേഷമാണ് NM വിജയന്റെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വരികയും ആ കുറിപ്പിൽ IC ബാലകൃഷ്ണൻ അടക്കം, ND അപ്പച്ചനടക്കം, KL പൗലോസ്, KK ഗോപിനാഥൻ അടക്കമുള്ള ആളുകളെ കുറിച്ച് പരാമർശം, അവരൊക്കെ ആവശ്യപ്പെട്ടിട്ടാണ് പണം വാങ്ങിയതെന്നുള്ള പരാമർശങ്ങൾ അടക്കം വന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ ഒന്നാം പ്രതിയായി തന്നെ IC ബാലകൃഷ്ണനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാം പ്രതി ND അപ്പച്ചനാണ്, DCC പ്രസിഡന്റ്. മൂന്നാം പ്രതി KK ഗോപിനാഥൻ, മുൻ DCC ട്രഷറർ ആയിരുന്നു. KK ഗോപിനാഥനാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോലീസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് KK ഗോപിനാഥന് സ്വാഭാവികമായും ഒരു സംശയം ഉണ്ടാവുക, അദ്ദേഹത്തെ മാത്രം പ്രതിയാക്കി IC ബാലകൃഷ്ണനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഒരുപക്ഷെ KPCC എടുക്കുന്നുണ്ടോ എന്നുള്ള സംശയം അദ്ദേഹത്തിനുണ്ടാകും. അതിന്റെ ഭാഗമായി കൂടിയാണ് ആദ്യം തന്നെ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം IC ബാലകൃഷ്ണനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് മൊത്തത്തിലെടുക്കുന്നത്. KPCC നേതാക്കളെല്ലാം തന്നെ അത് തന്നെയാണ് പറഞ്ഞത്. IC ബാലകൃഷ്ണനെ ഒറ്റപ്പെടുത്തി വേട്ടയാടാൻ അനുവദിക്കുന്നില്ല, ഇത് CPMന്റെ ഒരു തന്ത്രമാണ് എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. അതായത് ഇന്നലെ KPCC അവിടെ എത്തുകയും ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ കേസ് തീർന്നു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് CPM പെട്ടെന്നെടുക്കുന്ന ഒരു നിലപാടാണ് ഇത്തരത്തിൽ പ്രതി ചേർക്കൽ എന്നാണ് കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതി ചേർത്തിരിക്കുന്നതെന്നും കോൺഗ്രസ് പറയുന്നു. സ്വാഭാവികമായും ഈ കേസിൽ IC ബാലകൃഷ്ണനെ വേട്ടയാടാൻ അനുവദിക്കുന്നില്ല എന്നാണ് കോൺഗ്രസിന്റെ ഒരു വാദം. അതേസമയം CPM ശക്തമായ പ്രതിഷേധ പരിപാടികൾ അടക്കവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം വയനാട്ടിലെ എല്ലാ കേന്ദ്രങ്ങളിലും CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ട്. അതിൽ IC ബാലകൃഷ്ണന്റെ കോലം കത്തിക്കുന്നതടക്കമുള്ള നടപടികളും ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും DYFI IC ബാലകൃഷ്ണനെ പൊതുപരിപാടികളിൽ തടയുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 ദിവസമായി IC ബാലകൃഷ്ണൻ പൊതുപരിപാടികളിലൊന്നും പങ്കെടുക്കുന്നില്ല. സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു, അതിലും പങ്കെടുത്തിട്ടില്ല, മറ്റ് പൊതുപരിപാടികളിലും പങ്കെടുത്തിട്ടില്ല. ഏതായാലും രാഷ്ട്രീയമായി IC ബാലകൃഷ്ണന് കുരുക്കുമുറകുന്നു എന്നുള്ളത് തന്നെയാണ്. പോലീസുമായി നമുക്ക് ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന വിവരം ഇപ്പോഴും ചോദ്യം ചെയ്യും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. ഒന്നാം പ്രതിയായി ചേർത്തിട്ടുണ്ട്, പക്ഷേ എപ്പോൾ ചോദ്യം ചെയ്യുമെന്ന് പറയാനാകില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ IC ബാലകൃഷ്ണൻ ഏതെങ്കിലും സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുകയാണ് എങ്കിൽ അതിന് മുൻപേ തന്നെ IC ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യാനുള്ള നടപടികളാണ് പോലീസ് എടുക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അതിനുവേണ്ടി തിരുവനന്തപുരത്തേക്ക് പോലീസ് പോകാനുള്ള സാധ്യതയെ നമ്മൾ തള്ളിക്കളയുന്നില്ല. IC ബാലകൃഷ്ണൻ ഇപ്പോൾ ഉള്ളത് MLA ഹോസ്റ്റലിലാണ്. അവിടെ നിന്ന് അദ്ദേഹം ഡൽഹിക്കാണ് പോവുക എന്നുള്ള വിവരങ്ങളാണ് കിട്ടുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരുപക്ഷെ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് തിരിക്കാനുള്ള സാധ്യത തള്ളാനാവില്ല. സ്മൃതി, ശരി. IC ബാലകൃഷ്ണൻ MLA ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്.